അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വകാര്യത എന്നത് വെറും ഒരു ആധുനിക ആശയമാണോ? എൻ്റെ കയ്യിൽ ഈ മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണിനുള്ളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ മറകൾ, സ്വകാര്യതകൾ, അതിലുപരി എൻ്റെ എല്ലാം ഡാറ്റകളും ഇതിലുണ്ട്. ഒറ്റ ക്ലിക്കിൽ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഡിജിറ്റൽ യുഗത്തിലെ സ്വകാര്യത, മനുഷ്യാവകാശവും ശരീഅത്തിൻ്റെ സംരക്ഷണവും. മനുഷ്യൻ സാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഡാറ്റകളെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളുടെ കച്ചവട ചരക്കായി മാറുകയാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാ ഡാറ്റകളും നമ്മുടെ ഈ ചെറുവിരലിൻ്റെ കീഴിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നാം എന്താണ് ഡിജിറ്റൽ മേഖല, എന്താണ് മനുഷ്യന്റെ സ്വകാര്യത, ഇതൊക്കെ നാം പഠിക്കേണ്ടത്. കേവലം സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വാർത്താവിനിമയത്തിന് മാത്രമുള്ളതല്ല. നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യതയിലേക്കുള്ള തുറന്നുവെച്ച കണ്ണുകളാണ്. നമുക്ക് ആദ്യം സ്വകാര്യത എന്തെന്ന് നാം പഠിക്കാം. സ്വകാര്യത എന്നത് നമുക്കറിയാം, മനുഷ്യാവകാശ നിയമപ്രകാരം 2017 ജസ്റ്റിസ് പുട്ടസ്വാമി കേസിലൂടെ ഓരോ പൗരനും സ്വകാര്യത എന്നത് നിലവിൽ വന്നതാണ്. ഞാൻ ഇവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും ഈ അംഗീകാരം, ഈ നിയമം, ഈ സ്വകാര്യത മാനിക്കാനുള്ള അവകാശം ലഭിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിലെ രാഹുൽ എന്ന് പറയുന്ന 19 വയസ്സുകാരൻ മരണപ്പെടുമായിരുന്നോ? താൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത തൻ്റെ സഹോദരിമാരോടൊപ്പം പോസ്റ്റ് ചെയ്ത ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് AI ലീക്ക്ഡ് വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചപ്പോൾ ആ കുട്ടിയോട് അതിൻ്റെ ആളുകൾ ചോദിച്ചത് 20,000 രൂപയാണ്. വെറും 19 വയസ്സ്, എൻ്റെയും നിങ്ങളെയും മാത്രം പ്രായമുള്ള 19 വയസ്സുകാരനെ താങ്ങാൻ കഴിയുമോ? ആ കുട്ടി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ഡൽഹിയിലെ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തുകയാണ്. ഈ മൃതദേഹത്തിന്റെ ഉള്ളിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും ഒരു കത്ത് ലഭിക്കുകയാണ്. എന്താണ് കത്തിൽ എഴുതിയിരിക്കുന്നത്? എൻ്റെ ആൺ സുഹൃത്ത് എൻ്റെ മോർഫ്ഡ് വീഡിയോകളും ലീക്ക്ഡ് ഫോട്ടോസും ഇതൊക്കെ പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് എൻ്റെ സ്വകാര്യത നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തതെന്ന് ആ കുട്ടി കുറിപ്പിൽ എഴുതുകയാണ്. ഉത്തർപ്രദേശിൽ ഒരു 17 വയസ്സുകാരിയായ പെൺകുട്ടി, ഈ പെൺകുട്ടി തൻ്റെ അയൽക്കാരനായ യുവാവ് കുളിക്കുന്ന സമയത്ത് വീഡിയോ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ആ കുട്ടി സങ്കടം സഹിക്കാൻ കഴിയാതെ സ്വന്തം സാരിയിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ രാജ്യത്ത് സ്വകാര്യത ലഭ്യമാണോ? സ്വകാര്യതയെ ഈ നിയമപാലകർ നമുക്ക് അനുവദിച്ചു തരുന്നുണ്ടോ? വെറും പുസ്തകത്താളുകളിൽ എഴുതേണ്ടതല്ല ഒരു മനുഷ്യന്റെ സ്വകാര്യത. മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ആത്മഹത്യയുടെ വക്കിലേക്കെത്തും. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ നിലപാട് പറയുന്നത്. വലാ തജസ്സസു, നിങ്ങൾ എന്താണ് നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. നിലപാടിന്റെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അന്യന്റെ വീട്ടിലേക്ക് നിങ്ങൾ വെറുതെ അവന്റെ അനുവാദമില്ലാതെ നോക്കി നിന്നാൽ അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നത് പോലും കുറ്റകരമല്ലെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും എത്രമാത്രം സ്വകാര്യതയ്ക്ക് മാന്യത നൽകുന്നുണ്ടെന്ന് നാം ഓർക്കണം. പിന്നെ എങ്ങനെയാണ് സ്വകാര്യത എന്നത് വെറും ആധുനിക ആശയമാകാം? രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങുകയാണ്. പെട്രോളിങ്ങിന് ഇറങ്ങിയ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഒരു വീട്ടിൽ നിന്നും അശ്ലീല ശബ്ദവും ഗാനങ്ങളും കേൾക്കുകയാണ്. ഇത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്ന് ചോദിക്കുകയാണ്. അവിടെ വീട്ടിലേക്ക് ചെന്ന് ആ വീട്ടിന്റെ മതിലിലൂടെ എത്തി നോക്കിയിട്ട് ആ വീട്ടിൽ നടക്കുന്ന തെറ്റുകൾ സൂചിപ്പിച്ചപ്പോൾ ആ വീട്ടിലുള്ള യുവാവ് പറയുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ചെയ്തത്
ഞാൻ ചെയ്ത തെറ്റ് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെ ലംഘിച്ചിട്ടുള്ളൂ. നിങ്ങൾ അള്ളാഹുവിന്റെ ദിവ്യ കൽപ്പനയായ 3 കൽപ്പനകൾ നിങ്ങൾ ലംഘിച്ചു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. നിങ്ങൾ ചാരവൃത്തി നടത്തി. നിങ്ങൾ ഒരാളുടെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ കടന്നു വരരുതെന്ന് പറഞ്ഞു. നിങ്ങൾ അനുവാദമില്ലാതെ കടന്നു വന്നു. ഒരാളുടെ മാന്യതയിലേക്ക് എത്തി നോക്കരുതെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് എത്തി നോക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ എത്തി നോക്കി. ഈ 3 തെറ്റുകൾ ചെയ്ത അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അമീറുൽ മുഅ്മിനീൻ പറയുകയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി, ഞാൻ നിങ്ങളോട് പൊരുത്തം ചോദിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും പോവുകയാണ്. ഒരു അമീറായ ഭരണാധികാരിയായ ഇസ്ലാമിന്റെ ഭരണാധികാരിയേക്ക് സ്വന്തം പ്രജയുടെ സ്വകാര്യതയിലേക്ക് അറിയാതെ പോലും നോക്കുന്നത്, ഇടപെടുന്നത് ഇസ്ലാം നിഷേധിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഈ സൈബർ ലോകത്തിലെ ഈ എത്തിനോട്ടം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്? പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, പരിഹാരങ്ങൾ കൂടെ പറയണ്ടേ? പരിഹാരങ്ങൾ എങ്ങനെയാണ് ഇതിന് കണ്ടെത്തേണ്ടത്? ഡിജിറ്റൽ സംരക്ഷത വളർത്തുക, സാക്ഷരതയും വളർത്തുക. ഓരോ മേഖലകളിലും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകളും, എങ്ങനെയാണ് ഇതിനെപ്പറ്റി ഹണി ട്രാപ്പുകൾ പോലെയുള്ള മാരകമായ കെണികളിൽ പെടാതിരിക്കാൻ എങ്ങനെയാണ് നാം പെടാതിരിക്കുക എന്ന് നാം പൊതുസമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ശക്തമായ നിയമനിർമ്മാണം വേണം. ഇതുണ്ടായാലേ ഇനിയുള്ള കാലത്ത് ഈ സ്വകാര്യത നഷ്ടപ്പെട്ട് ഓരോ മനുഷ്യനും മരണപ്പെട്ടു പോകുന്ന ഈ പ്രകൃതി ഇല്ലാതെയാവുകയുള്ളൂ. കർശനമായ നിലനടപാടുകൾ വേണം. കർശനമായ നിയമങ്ങളും അവർക്കെതിരെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇതിൽ നിന്നും മാറി നിൽക്കുകയുള്ളൂ. ടെക് കമ്പനികളെ ഉത്തരവാദിത്വം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഓരോ ഡാറ്റയും, എൻ്റെയും ഈ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഡാറ്റയും മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക് ചോർത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ കച്ചവട ചരക്കായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഏൽപ്പിക്കപ്പെടുന്ന ഓരോ കമ്പനികളും ആ ഡാറ്റകൾ പരമാവധി പൂർണ്ണമായും സംരക്ഷിക്കാൻ ശ്രമിക്കണം. പാഠപദ്ധതികളുടെ ആവിഷ്കരണം. ഇനി വരുന്ന പാഠപദ്ധതികളിൽ ഈ ഡിജിറ്റൽ യുഗം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സോഷ്യൽ മീഡിയ മറ്റ് മേഖലകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഓരോ കുട്ടിക്കും നാം പഠിപ്പിച്ചു കൊടുക്കണം. നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ യോഗവും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശരീഅത്തിന്റെ സംരക്ഷണവും മനുഷ്യാവകാശ നിയമവും പാലിച്ചുകൊണ്ട് നമുക്കെങ്ങനെ ഇതിനെ ഉപയോഗപ്പെടുത്താം എന്ന് നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെട്ട രൂപത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.